സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്, ടോംസ് ഫുഡ് ട്രക്ക്. ഈ ഫുഡ് ട്രക്കിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഫുഡ് ട്രക്ക് വൈറലാവാൻ ഒരു കാരണമുണ്ട്. 3 കൊച്ചു മിടുക്കർ ചേർന്നാണ് ഈ ഫുഡ് ട്രക്ക് നടത്തുന്നത്. സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്ന് പഠിക്കാനുള്ള തിരക്കിലായിരിക്കും. ഈ കൂട്ടുകാരും സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവര് പക്ഷേ അച്ഛനെയും അമ്മയും സഹായിക്കാനുള്ള തിരക്കിലാണ്. ഫുഡ് ട്രക്കുമായിട്ട് പോകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഈ 3 കൂട്ടുകാര്. നമുക്ക് പരിചയപ്പെടാം ഇവരെ. ടോം എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? സേറ 7th പഠിക്കുന്നു. സിന 7th തന്നെ. നിങ്ങൾ രണ്ടുപേരും ട്വിൻ സിസ്റ്റേഴ്സാ അല്ലേ? ടോമിന്റെ പേരിലാണ് ഈ ഒരു ഫുഡ് ട്രക്ക്. എങ്ങനെയായിരുന്നു ഈ ഒരു ഐഡിയയിലോട്ട് എത്തിയത്? ഇത് അപ്പൻ്റെ ഐഡിയ, അപ്പാടെ ഐഡിയ. അപ്പം പേരിട്ടത് അപ്പ തന്നെയാണ്. അതിന്റെ കാര്യം അപ്പ പറയും. അപ്പം ഈ ഫുഡ് ട്രക്ക് തുടങ്ങി നിങ്ങൾ 3 പേരും എങ്ങനെയായിരുന്നു ഈ ഫുഡ് ട്രക്കിന്റെ പാർട്ടായത്? നിങ്ങൾ ഇങ്ങനെ വരാം, സർവീസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് അത് എങ്ങനെയായിരുന്നു? വന്നപ്പോ തൊട്ട് ഞാൻ കേറ്ററിംഗ് പരിപാടി. അപ്പം പണ്ടോട്ട് അപ്പൻ്റെ കൂടെ എല്ലായിടത്തിനും പോകും. അപ്പം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അടുത്ത് കൊടുക്കുന്നു, സർവ് ചെയ്യുന്നൊക്കെ. അപ്പം ഇങ്ങനെ ഒരു ആശയം അപ്പ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ഭയങ്കര ഇഷ്ടമായി. അപ്പം സ്വയം പോയി. അപ്പം നമ്മുടെ ഫുഡ് ട്രക്കൊക്കെ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരുപാട് ചാനലുകളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ സ്കൂളിൽ പോയല്ലേ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്? അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത്? അവരെല്ലാം നല്ല അഭിപ്രായമാണ്. അവരെല്ലാവരും കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാം വരുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ട് നല്ല സൂപ്പറാന്ന് പറഞ്ഞു. അത് തന്നെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു. ടോം, ഇപ്പം നിങ്ങൾ സ്കൂളൊക്കെ തുറന്നു. നേരത്തെ നിങ്ങൾ വെക്കേഷൻ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഏപ്രിൽ മാസം ആ ഒരു വിഷുവിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു ഈ ഒരു ഇത് തുടങ്ങിയത്. ഇപ്പം നിങ്ങൾ പിന്നെയും സ്കൂളൊക്കെ തുറന്നു, സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങുന്നു. ഇനി എന്താണ് പ്ലാൻ? പപ്പയോടൊപ്പം പോകുന്നുണ്ടോ അതോ ഹോംവർക്കൊക്കെ ചെയ്ത് പഠിക്കാൻ മാത്രമാണോ തീരുമാനം? പഠിക്കാൻ മാത്രമല്ല തീരുമാനം, ഇതിലും പോകണമെന്ന് തന്നെ ഇഷ്ടം ഇതാ. അപ്പം പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ ചെയ്യണം എന്നാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇപ്പൊ വൈകുന്നേരം നിങ്ങൾ 5 മണി 5:30 ആ സമയത്താണ് നിങ്ങൾ ഈ ഫുഡ് ട്രക്കുമായിട്ട് പോകുന്നത്. അപ്പം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 7-8 മണിയൊക്കെ ആവും. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് രണ്ടും കൂടെ പഠിക്കാനുള്ളൊരു സമയം എങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത്? അതിപ്പോൾ വന്നതിന് ശേഷം ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു സമയം ഗ്യാപ്പിൽ ഇരുന്ന് പഠിക്കുക. എന്തായാലും പഠിച്ചല്ലേ പറ്റൂ, പഠിക്കുകയും ചെയ്യണം, അതിനൊപ്പം ജോലി കൂടെ ചെയ്യാം. ഓക്കെ ടോം, അതുപോലെ ഈ ഒരു കാര്യം ചെയ്യണം. ഇപ്പം പല കുട്ടികളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടി കാണിക്കാറുണ്ട്. ഇപ്പം ഈ ഒരു ഫുഡ് ട്രക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഫുഡ് കൊടുക്കണം അങ്ങനെയൊക്കെ തോന്നുന്ന കുട്ടികളോട് ടോമിന് എന്താ പറയാനുള്ളത്? ഇതിൽ മടി വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എൻജോയ് ചെയ്താൽ വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ പൊതുവെ മറ്റുള്ളവരെന്നാ പറയുമെന്നുള്ളൊരു പേടിയിൽ പലരും ചെയ്യാത്തവരും ഉണ്ട്. ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ലതാണ് എല്ലാം. അപ്പോൾ ടോം, വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് എല്ലാവരും പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു, അവിടെ ചെന്ന് ജോലി ചെയ്ത് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ആശയമാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക്. എന്താണ് ടോമിന് അതിനോട് പറയാനുള്ളത്? അവിടെ പോയി എല്ലാവർക്കും ജോലി ചെയ്യാനൊരു മടിയില്ല. ഇവിടെ ജോലി ചെയ്യാനാണ് എല്ലാവർക്കും പാട്. അപ്പം അവിടെ ചെന്ന് പഠിക്കുന്നുണ്ട്, അതിനൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അതിനുള്ള സമയം അവർക്കുണ്ടെങ്കിൽ നമുക്കും അതാകാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അതുപോലെ തന്നെ ടോമി പ്രശ്നം 10ാം ക്ലാസ് ആണ്. എല്ലാവരും പറയും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, പഠിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്ന ഒരു സമയമാണെന്ന് പറയുന്നത്. അപ്പം വീട്ടിൽ നിന്ന് എങ്ങനെയാണ്? ഇപ്പം പപ്പയോട് എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പപ്പ നല്ല സപ്പോർട്ടാണ്. അപ്പ പറഞ്ഞത് നീ പഠിക്കണം, അതിനൊപ്പം കൂടെ പോകുന്ന ആളാണ്, ഫുൾ സപ്പോർട്ടാണ്. പിന്നെ പലരും പറയുന്നത്, അതിൽ പകുതി ശതമാനം ആൾക്കാർ പറയും പഠിത്തത്തിൽ മാത്രം നോക്കണം. പക്ഷെ പലരും പറയുന്നത് പഠിത്തം മാത്രം പോരാ, സ്വന്തം കാലിൽ ഇപ്പോഴേ നിന്ന പേരൻസിന് ഒരു സഹായമാണെന്ന് പലരും പറയുന്നവരുണ്ട് ഇപ്പോഴും. അപ്പൊ നിങ്ങൾ ഈ ഫുഡൊക്കെ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം? വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകും.
ടോം അപ്പോൾ 10ാം ക്ലാസ് ആണ്, ഇനി മുന്നോട്ട് പോകണം. എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എനിക്കൊരു ഷെഫാകാനാണ് താല്പര്യം. ഷെഫായി ഇതൊക്കെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഡെവലപ്പ് ചെയ്ത് പോകണമെന്നാണ് താല്പര്യം. അതെ. ഓക്കെ. അതുപോലെ തന്നെ ഇവരോട് ചോദിച്ച അതേ ചോദ്യം തന്നെ, സ്കൂളിലെത്തിയപ്പം ടോം ഇവരെക്കാളും കുറച്ചുകൂടെ മൂത്ത ആളാണ്. സ്കൂളിലെത്തി ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങി, അപ്പോൾ അവരുടെ ഒരു പ്രതികരണം അഭിപ്രായമൊക്കെ എന്തായിരുന്നു? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതിൽ പല ഫ്രണ്ട്സും എൻ്റെ കൂടെ ഇതേ വരാറുണ്ട്. മിക്ക ദിവസവും വൈകിട്ട് ഹോളിഡേയ്സിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഇതിൽ വരാൻ. ടീച്ചർമാരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. മിക്ക ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം വന്നിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇപ്പോൾ ഫുഡ് ട്രക്ക് എന്നൊരു ഐഡിയ അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഫുഡ് ട്രക്ക് ഐഡിയ വന്നിരുന്നത് ഒന്നാമത് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് അല്ല, വിദേശ രാജ്യങ്ങളിലെ കൺസെപ്റ്റാണ്. ഞങ്ങൾ വിദേശത്തായിരുന്നുകൊണ്ട് അവിടെ ധാരാളമായിട്ട് ഇത് കാണാറുണ്ട്. അങ്ങനെയാണ് ഈ ആശയത്തിലേക്ക് വന്നത്. പിന്നെ കേറ്ററിംഗ് ഉണ്ട്, അതിനോട് അനുബന്ധിച്ച് ലൈവ് കിച്ചണാണ് അതിൻ്റെ അകത്തെ മെയിൻ കൺസെപ്റ്റ്. അതാണ് ലൈവ് കിച്ചണിൻ്റെ ഒരു ആശയം വന്നപ്പോഴാണ് ഞങ്ങൾ ഫുഡ് ട്രക്കിലേക്ക് വന്നത്. അപ്പം ആ സമയത്താണ് ഇങ്ങനെ ഞങ്ങൾ പബ്ലിക്കിന് ഒരു ഇത് കൊടുക്കാം, ഞങ്ങളുടെ ഫുഡിനെ പറ്റി ഒരു അവയർനെസ് പബ്ലിക്കിന് കൊടുക്കാം എന്നുള്ളൊരു ആശയം വന്നപ്പോഴാണ് ഫുഡ് ട്രക്കിലേക്ക് ഞങ്ങൾ നീങ്ങിയത്. സാർ, ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇൻസ്പിറേഷൻ ആവുകയാണ് ഈ 3 പേര്. അപ്പോൾ ഇവരെയും കൂടി ഈ ഫുഡ് ട്രക്കിലേക്ക് കൊണ്ടുവരാം, അത് എങ്ങനെയായിരുന്നു? കുട്ടികൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് വളരണം. അത് പുതിയ തലമുറയ്ക്ക് അതൊരു മാതൃകയാവണം. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്ന പോലെ വിദേശത്ത് ആണിത് മെയിനായിട്ടുള്ളത്. അവിടെ കുട്ടികളെല്ലാം സ്വയം തൊഴിൽ ഒരു 13-14 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് എനിക്കൊരു വലിയ ആഗ്രഹമാണ്. അങ്ങനെ കുട്ടികളാവണം. എൻ്റെ കൂട്ടത്തിൽ കേറ്ററിങ്ങിന് വരുമ്പോഴും എല്ലാ കുട്ടികളും 3 പേരും എല്ലാ ദിവസവും എല്ലാ വർക്കിനും വരാറുണ്ട്. വന്ന് അവർ സെർവിങ്ങും എല്ലാ കാര്യവും ചെയ്യാറുണ്ട്. ഒരു നല്ല കാര്യമാണ്. അവർ ഭാവിയിലേക്ക് സ്വയം പര്യാപ്തരാകുകയാണ്. അതുകൊണ്ട് അങ്ങനെയാണ് കുട്ടികളെ ആ ഇതിലേക്ക് കൊണ്ടുവന്നത്. സാർ, ഇപ്പം നമ്മുടെ ഒരു കൾച്ചർ, സാർ പറഞ്ഞു നമ്മുടെ ഒരു കൾച്ചറിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നു അല്ലെങ്കിൽ അവരിതിൻ്റെ പാർട്ടാക്കി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും അതിനെ ഞങ്ങളെ അഭിനന്ദിക്കുക മാത്രമാണ് ചെയ്തത്. എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഈ കൂട്ടുകാർ നമുക്കൊരു മാതൃകയാണ്. ടോം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പലരും പഠിക്കാനും ഒക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകുന്നു, അവിടെ ചെന്ന് ജോലി ചെയ്ത് നമ്മുടെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്കൊരു ഇങ്ങനൊരു തുടക്കം തുടങ്ങിക്കൂടാ എന്നുള്ള ചോദ്യത്തിനുള്ള വലിയ ഉത്തരമാണ് ഈ 3 കൊച്ചുമിടുക്കർ. നമുക്കും ഇവരെ മാതൃകയാക്കാം.